ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ ജീവിതം തുടങ്ങുന്നത് ഒരു ഫാക്ടറിയിലാണ്. ആദ്യം അത് വെള്ളം നിറച്ച് നമുക്ക് നൽകുന്നു. നമുക്കതിന്റെ ഉപയോഗം കുറച്ച് നിമിഷങ്ങൾ മാത്രം. പക്ഷേ ആ കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ അത് മാലിന്യമായി മാറുന്നു. മിക്കവാറും ബോട്ടിലുകൾ റീസൈക്കിൾ ചെയ്യപ്പെടുന്നില്ല. അവ മണ്ണിലേക്കോ സമുദ്രത്തിലേക്കോ പോകുന്നു. ഭൂമിയിൽ ഓരോ വർഷവും 30 കോടി ടൺ പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടാക്കപ്പെടുന്നു. അതിൽ വെറും 9% മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നത്. മറ്റെല്ലാം ഭൂമിയിലേക്കും വെള്ളത്തിലേക്കും ചേർന്ന് നമ്മുടെ ഇടത്തേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അവയെല്ലാം ചെറുതായ മൈക്രോ പ്ലാസ്റ്റിക്കായി മാറി മത്സ്യങ്ങളുടെ ശരീരത്തിലേക്ക് കയറുന്നു. അതിൽ ചിലത് നാം തന്നെ കഴിക്കുന്നു. നമ്മുടെ വെള്ളത്തിലും ഉപ്പിലും പോലും മൈക്രോ പ്ലാസ്റ്റിക് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ നശിക്കാനെടുക്കുന്ന സമയം 450 വർഷമാണ്. അതായത് നീ ഇന്നെറിഞ്ഞ ബോട്ടിൽ 2475 ഭൂമിയിലുണ്ടാകും. പക്ഷെ അതിനിടയിൽ അത് ഭൂമിയിലെ മണ്ണിനെയും സമുദ്രത്തെയും വിഷമാക്കും. പ്ലാസ്റ്റിക് തീയിൽ കത്തിക്കുമ്പോൾ അതിൽ നിന്നുള്ള വിഷവാതകങ്ങൾ വായുവിനെയും ശ്വാസവായുവിനെയും മലിനമാക്കുന്നു. നാം ശ്വസിക്കുന്ന വായുവിലും ഇപ്പോൾ പ്ലാസ്റ്റിക് കണങ്ങളുണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ചിന്തിക്കൂ, റെഡ്യൂസ് ചെയ്യൂ, റീയൂസ് ചെയ്യൂ, റീസൈക്കിൾ ചെയ്യൂ. ഇതാണ് ഭൂമിയെ രക്ഷിക്കുന്ന ഏക വഴി. ഒരു ബോട്ടിലിനേക്കാൾ വലിയ കാര്യമാണ് നമ്മുടെ ഭാവി. നമുക്കിപ്പോൾ തന്നെ മാറ്റം തുടങ്ങാം. ഒരു ബോട്ടിൽ കുറച്ച് ഭൂമിയെ രക്ഷിച്ച്